നമസ്കാരം സാറേ. ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിറ്റുകൾ, ഇൻഡോർ യൂണിറ്റുകൾ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഔട്ട്ഡോർ യൂണിറ്റുകൾ എവിടെയൊക്കെയാണ് വരുന്നത്, അതേപോലെ എത്ര ടണ്ണേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെറിയ വീഡിയോ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഈ ടോപ്പ് വ്യൂവിനകത്ത് സാറ് നോക്കിയാൽ ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ്, ഇത് ഓഫീസ് റൂം, ഇത് നമ്മുടെ ബാക്കിലോട്ട് പോകുന്ന ഇത് വെജിറ്റബിൾ ഏരിയ, ഇത് ജ്യൂസിന്റെ ഏരിയ. ഈ ടോപ്പ് വ്യൂവിനകത്ത് നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തപ്പം 36 TR 36 ടണ്ണേജ് ആയിരുന്നു നമുക്ക് റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. ആ ഫ്രണ്ടിലത്തെ ഏരിയ മുഴുവനും ഈ 80 അടി വീതിയുള്ള ഏരിയ ഒരു പാർട്ടും, അതേപോലെ തന്നെ ആ ബാക്കിലുള്ളത് ഒരു പാർട്ടുമായിട്ടാണ് നമ്മൾ ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിലവിലെ ഡക്റ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഇത് ലെഫ്റ്റിലാണ് ഒരു യൂണിറ്റ് വരുന്നത്. ഇത് LGയുടെ 11 TR ആണ് മെഷീന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മെഷീൻ ഏകദേശം 3 lakhs പ്രൈസിങ് വരും. ഇപ്പം 4 മെഷീൻ എന്ന് പറയുമ്പോൾ ഏകദേശം മെഷീൻ തന്നെ 12 ലക്ഷം രൂപയ്ക്കടുത്ത് പ്രൈസിങ് വരുന്നുണ്ട്. അഡീഷണൽ ഒരു ടോട്ടൽ ബഡ്ജറ്റ് ഒരു 14 lakhs ആ റേഞ്ചിന്റെ അടുത്ത് വരും. രണ്ടാമത്തെ മെഷീൻ കാണിച്ചത് ആ ജ്യൂസ് ഏരിയയിൽ ഇരുന്നാണ് അത് ഫ്രണ്ടിലോട്ട് സപ്ലൈ കൊടുക്കുന്നത്. ഇതാണ് റൈറ്റിലുള്ള മെഷീൻ. ഇങ്ങനെ 4 മെഷീനാണ് വരുന്നത്. ഇത് ഫസ്റ്റ്, മെഷീൻ ഇരിക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിലൊരു ബോക്സ് വരും. ബോക്സിലാണ് ഈ ജെറ്റ് ഡിഫ്യൂസർ വരുന്നത്. ഈ ജെറ്റ് ഡിഫ്യൂസറിന്റെ ത്രോ 80 feet ഒക്കെയാണ് ത്രോ, എന്നാലും 30 feet നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് 80 അടിയാണ്. അപ്പോൾ 2 സൈഡിൽ ഇരുന്ന് 2 മെഷീൻ എന്ന് പറയുമ്പോൾ അത് 40 feet ആ മെഷീൻ കവർ ചെയ്യും. 4 നോസിലാണ്. 4 നോസിൽ നമുക്ക് ഏത് സൈഡിലോട്ട് വേണേലും കീപ്പ് ചെയ്യാം. അതേപോലെ ഈ മെഷീൻ നടുക്കിരുന്ന് സപ്ലൈ ചെയ്യും. ഇത് നമ്മൾ ആ ജ്യൂസിന്റെ റൂമിനകത്ത് വരത്തില്ല, ജ്യൂസിന്റെ റൂമിന്റെ പുറത്ത് ആയിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ ഇതാണ് ജ്യൂസ് ഏരിയ എങ്കിൽ ജ്യൂസ് ഏരിയയുടെ പുറത്തായിരിക്കും നിൽക്കുന്നത്. അപ്പം ആ മെഷീന് ഇവിടുന്ന് ഇങ്ങനെ സപ്ലൈ കൊടുക്കും. ഈ 2 മെഷീനും സൈഡിൽ ഇരുന്ന് സപ്ലൈ കൊടുക്കും. അതാണ് ഈ രണ്ടാമത്തെ മെഷീന്. മൂന്നാമത്തെ മെഷീന്, ഈ മെഷീന് ഈ ഏരിയ ഇരുന്നുകൊണ്ട് ആ ലെഫ്റ്റിലോട്ടുള്ള നമ്മുടെ സ്ട്രൈറ്റ് ഒരു 30 feet-ഓളം ഉള്ള ആ ഏരിയയിലോട്ടും സപ്ലൈ കൊടുക്കും. അതേപോലെ തന്നെ ഈ ജ്യൂസിന്റെ ആ ഏരിയയിലോട്ടും സപ്ലൈ കൊടുക്കും. അപ്പോൾ മാക്സിമം സപ്ലൈ നമ്മൾ ആ ഫ്രണ്ട് ഏരിയയിൽ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പുറകോട്ട് പോകുന്തോറും ഈ എയർ എസ്കേപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാണ്. അപ്പോൾ അവിടെ നിലവിൽ ഫ്രണ്ടിൽ ഒരു 28 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു 29 ഡിഗ്രി, ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ 2 ഡിഗ്രിക്ക് മാത്രമേ വേരിയേഷൻ വരത്തുള്ളൂ. ഇത് വരുമ്പം ഈ യൂണിറ്റ് ഇങ്ങനത്തെ ഡിസൈൻ വരുമ്പം വേറെ ഡക്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. ഇതിന്റെ ഔട്ട്ഡോർ കൊണ്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കും. ഡബിൾ ഫാൻ ആയിരിക്കും. സിംഗിൾ കംപ്രസർ, ഡബിൾ ഫാൻ ആയിരിക്കും. ഇങ്ങനെ വെർട്ടിക്കൽ ആയിരിക്കും ഈ യൂണിറ്റ്. വളരെ സ്ലിമ്മാ, മറ്റേതുപോലെ ഭയങ്കര ഹെവി അല്ല ഈ മെഷീൻ. LGയുടെ ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട. ഔട്ട്ഡോർ യൂണിറ്റ് ഇങ്ങനെ 2 എണ്ണത്തിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഇവിടെ, അതേപോലെ തന്നെ ഈ 2 എണ്ണത്തിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഈ ഭാഗമായിട്ട്. അപ്പൊ ഇത് കുറച്ച് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ അവൈലബിൾ നോളജ് വെച്ച് അവിടെ ഇട്ടെന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് ഡൗട്ടുണ്ട്, ഈ മെഷീൻ ഇവിടെ വരുമോ, ഈ ഏരിയയിലോട്ട് കൊണ്ടുവരേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുണ്ട്. അപ്പം ഇതാണ് 11
11 11 11 44 ടൺ. അപ്പം നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നീട് ഒരു വേറെ ഈ സ്പ്ലിറ്റ് അവിടെ സൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പൈറലിൻ്റെ ഡക്റ്റ് അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനുമാണ്. താങ്ക് യു.